ഹായ്. മൗനം വിദ്വാനുഭൂഷണമാണ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ വിഡ്ഢിത്തം പറയാനുള്ള സാധ്യതയും കൂടുതലാണ്. മോശം വാക്കുകൾ പറയുന്നതിനേക്കാൾ ഉത്തമമായത് മൗനമാണ്. അതുകൊണ്ട് മൗനത്തിന് സ്വർണത്തിൻ്റെ വിലയുണ്ട് എന്നാണ്. എന്നാൽ പൂർണ്ണ മൗനികളായി സംസാരം പാടെ നിർത്തണം എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. സംസാരം നിലക്കുന്നിടത്ത് ബന്ധങ്ങളും നിലക്കാൻ തുടങ്ങും. ബന്ധങ്ങളിൽ അധികവും നിലനിൽക്കുന്നത് വാക്കുകളാൽ തീർക്കുന്ന കൊട്ടാരങ്ങൾ കൊണ്ടാണ്. അങ്ങനെയുള്ള ഇടങ്ങളിൽ മൗനം പാലിക്കൽ ഒരു കൊലപാതകത്തിന് സമാനമാണ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ മൗനിയാണ്, മിണ്ടാൻ പാടില്ല എന്ന് കരുതാതെ മറുപടി കൊടുക്കുക. ഒരു പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് മൗനത്തേക്കാൾ ശ്രേഷ്ഠമാണ് വാക്കുകൾ എന്ന് ബോധ്യമാകുമ്പോൾ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക. ചില ആളുകൾ അവർ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല എന്ന് കരുതി 2-3 തവണ പുതിയ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിക്കും. എൻ്റെ അനുഭവത്തിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് ജനസ്വീകാര്യം കൂടുതലുള്ളതായി തോന്നിയിട്ടുണ്ട്. എന്നാൽ എല്ലായിടത്തും മൗനം അവലംബിച്ചാൽ പല പ്രശ്നങ്ങളിലും നിങ്ങൾ കുറ്റക്കാരായി മാറും. അതുകൊണ്ട് സംസാരിക്കേണ്ട സമയത്ത് നിങ്ങൾ സംസാരിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ പിന്നീട് അതോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ആലോചിച്ച് സംസാരിക്കുക, മിതത്വം പാലിക്കുക. സ്പീക്ക് ഓൺലി വെൻ യു ഫീൽ യുവർ വേർഡ്സ് ആർ ബെറ്റർ ദാൻ ദ സൈലൻസ്. ബൈ മോട്ടിവേഷൻ മലയാളം.